വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു തുളിപ്പ് ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് സ്ക്വയർ ഷേപ്പിലൊരു പേപ്പർ എടുക്കുക, ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഇനി ഇത് നിവർത്തിയതിന് ശേഷം തിരിച്ച് ഇതുപോലെയും ഫോൾഡ് ചെയ്യുക. ഇനി വീണ്ടും നിവർത്തിയതിന് ശേഷം നമുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിലെന്ന പോലെ ഫോൾഡ് ചെയ്യാം. ഇനി വീണ്ടും ഇത് നിവർത്തിയതിന് ശേഷം തിരിച്ച് വീണ്ടും ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്യുക. ഇനി ഇത് നിവർത്തിയതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ രണ്ട് സൈഡിലും മാത്രമേ നമ്മളങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ 4 വശത്തും ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് നമുക്ക് ഇതുപോലെ ഉള്ളിലേക്കായിട്ട് ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു മടക്കി കൊടുക്കുന്നതിനനുസരിച്ചിരിക്കും ഈ ഒരു ഫ്ലവറിൻ്റെ നീളം വരുന്നത്. ചെറുതായിട്ടാണ് മടക്കുന്നതെങ്കിൽ ആ ഒരു ഫ്ലവറിൻ്റെ നീളം കുറയും. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഈ ഒരു കട്ട് ചെയ്ത അത്രയും ഭാഗവും നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നിവർത്തിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ 4 വശത്തും ഇതുപോലൊന്ന് ഗ്ലൂ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ ഗ്ലൂ തേക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിൻ്റെയും ഓരോ സൈഡിലും മാത്രമായിട്ട് തേച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഓരോന്നും ഒട്ടിക്കുമ്പോൾ ഇത്തിരി താമസം എടുക്കും ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൂട്ടിച്ചേർത്തിട്ട് നമ്മുടെ കൈക്കുള്ളിൽ തന്നെ കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ വേഗം ഒട്ടിക്കിട്ടുന്നതാണ് കേട്ടോ. ഇനി ഒരു ഗ്രീൻ പേപ്പറാണ് ആവശ്യമുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് സ്റ്റെമ്മും ലീഫും ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഗ്രീൻ പേപ്പറേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറുതായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തത്. കുറച്ച് കട്ടിയിൽ തന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് ഗ്ലൂ തേച്ച് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കട്ടിക്ക് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ലീഫും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ സ്റ്റെമ്മിൻ്റെ ഒരു സൈഡിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലവറിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി ഈ സ്റ്റെമ്മിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ അതിൻ്റെ അടിഭാഗത്താണ് ഗ്ലൂ തേച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഫ്ലവറിനുള്ളിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ലീഫും കൂടി ഇതിലേക്ക് ഒട്ടിച്ചെടുത്താൽ നമ്മുടെ തുളിപ്പ് ഫ്ലവർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് അധികം കളർ പേപ്പർ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഞാൻ ഓരോന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക കാണാനായിട്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.